നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് നമുക്ക് ക്യാൻവ ഉപയോഗിച്ച് എങ്ങനെ ഒരു PPT ഉണ്ടാക്കാം. ആ PPT നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത് അതുപോലത്തെ കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് സംഭവങ്ങളാണ്. നമുക്ക് ആദ്യം വേണ്ടത് നമ്മൾ ക്യാൻവ നമ്മൾ ഗൂഗിളിലോ ക്രോമിലോ കയറി നമ്മൾ ലോഗിൻ ചെയ്യണം. ക്യാൻവ എന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോമാണ്. നമ്മൾ PPT അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്നില്ലെങ്കിൽ ഗൂഗിൾ ഇല്ലെങ്കിൽ ക്രോം. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ക്രോമാണ്. എടുത്തോ ഞാൻ ആദ്യം ക്യാൻവ എടുത്ത് വെച്ചിട്ടാണ് വന്നത്. നമുക്ക് പുതിയ ടാബ് ഓപ്പൺ ആക്കിയിട്ട് ക്യാൻവ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കുറച്ച് ഇതുപോലെ തന്നെ കുറച്ച് സൈറ്റ്സ് കിട്ടും, വെബ്സൈറ്റ്സ് കിട്ടും. അപ്പോൾ ഫസ്റ്റ് വെബ്സൈറ്റ് തന്നെയാണ് ക്യാൻവൻ്റെ സൈറ്റാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യേണ്ട ഓപ്ഷൻസ് വരും. അപ്പോൾ ഒന്നിൽ നമ്മൾ ഇമെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്യുക. ഈ ഇമെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങാം. ഞാനിവിടെ ലോഗിൻ ചെയ്യുക, എൻ്റെ ഇമെയിൽ ഐ ഡി ഉപയോഗിക്കേണ്ടത് ഞാനിവിടെ ഞാൻ ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇമെയിൽ ഐ ഡി ഉപയോഗിക്കുകയാണ്. ഞാൻ അത് ക്യാൻവയിലോട്ട് കടന്നു. അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു പ്ലാറ്റ്ഫോമാണ് അല്ലെങ്കിൽ ഒരു ബേസാണ് നമുക്ക് ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഞാനിവിടെ മുമ്പ് ചെയ്തു വെച്ച പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അപ്പോൾ ആദ്യം വേണ്ടത് നമുക്കൊരു ബേസ് വേണമെന്നുള്ളത് നമ്മൾ ആദ്യം ടെംപ്ലേറ്റ്സ് എന്നുള്ള ജസ്റ്റ് ഇവിടെ സൈഡിൽ തന്നെ ടെംപ്ലേറ്റ്സ് എന്ന് കണ്ടു. അതിലാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ നിൽക്കുന്നത്. ഹോമിൽ കയറി നമ്മൾ വന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് ഹോമാണ്. ഇതിൽ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ പ്രസൻറ്റേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് കാണാം പ്രസൻറ്റേഷന്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാം പ്രസൻറ്റേഷനൊക്കെ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ, വീഡിയോ, പ്രിൻറ്റബിൾസ്, ഡോക്ക് അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട പ്രസൻറ്റേഷൻ ആയതുകൊണ്ട് നമ്മൾ പ്രസൻറ്റേഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇത് നമുക്ക് ഫോണിലും ചെയ്യാം, ലാപ്പിലും ചെയ്യാം. അപ്പോൾ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുക ലാപ്പാണ്. ഫോണിലും ചെയ്യാം. ഫോണിൽ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. രണ്ട് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ യൂസ് ചെയ്യേണ്ടത് ടാബിലാണ്. അപ്പോൾ നിലവിൽ നമുക്ക് ഫോണിലൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു സോഫ്റ്റ്വെയർ ആണ്. മറ്റേത് നമുക്ക് പ്രസൻറ്റേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പവർ പോയിൻറ്റ് ചെയ്യണം. മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിന് നമുക്ക് ലാപ്പ് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിൽ ആക്സസ് ചെയ്യാം. ഇപ്പോൾ ഒരു ടീമിന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ടീമിൽ 5 ആൾക്കാർക്കും ആക്സസ് ഉണ്ടാവും. ഒരു ഇമെയിൽ ഐ ഡി വെച്ച് ഇത് തുറന്നാൽ അപ്പോൾ ആ ഒരു ടീം ഇമെയിൽ ഐ ഡി ആണെന്നുണ്ടെങ്കിൽ ആ ഇമെയിൽ ഐ ഡിയിൽ ഒരു പാസ്വേഡും ഇമെയിൽ ഐ ഡി അറിയാമെന്നുണ്ടെങ്കിൽ ലോഗിൻ ചെയ്താൽ അവർക്ക് 5 പേർക്കും ഇതിൽ മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തണമെങ്കിലോ എന്തെങ്കിലും ആഡ് ചെയ്യണോ അവനവൻ്റെ പോർഷൻസ് ആഡ് ചെയ്യണം എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ചെയ്യാം. അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഈ ചില ടെംപ്ലേറ്റിൻ്റെ മുകളിൽ നിങ്ങൾ കണ്ടില്ലേ ഇവിടെ ഒരു ക്രൗണിൻ്റെ ചിഹ്നമൊക്കെ. ഈ ക്രൗണിൻ്റെ ചിഹ്നമൊക്കെ ഉണ്ടാകുന്നത് വെച്ചാൽ പ്രീമിയം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും പറ്റില്ല. അത് നമുക്ക് ജസ്റ്റ് വ്യൂ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ അതില്ലാത്ത നല്ല നല്ല പ്രസൻറ്റേഷൻ്റെ ടെംപ്ലേറ്റ്സും കാര്യങ്ങളും മോഡലും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട ഒരു മോഡൽ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ടാസ്ക്. അപ്പോൾ ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു മോഡൽ സെലക്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ. വെയിറ്റ്. ഇപ്പോൾ ഞാൻ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ അപ്ലൈ ആൾ 10 പേജസും ഉണ്ടാവും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 10 പേജും ഇവിടെ ഇങ്ങനെ വ്യൂ ചെയ്ത് കിട്ടും. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ആക്സസും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാനും വേണ്ടി ഇപ്പോൾ നമുക്ക് ടെംപ്ലേറ്റ്സ് കിട്ടി. അപ്പോൾ നമ്മൾ ഇനി നമുക്ക് ഇതിൽ വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ. ഇപ്പോൾ ടെക്സ്റ്റ് നമുക്ക് സെലക്ട് ചെയ്യുന്നത് ടെക്സ്റ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് കിട്ടും. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇങ്ങനെ കിട്ടും. നമുക്കിവിടെ ബാക്ക് അടിക്കാം. ഇവിടെ ഇങ്ങനെ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം കളഞ്ഞതിന് ശേഷം നമ്മൾ പ്രൊജക്റ്റിൻ്റെ പേര് കൊടുക്കാം. ഇപ്പോൾ പ്രൊജക്റ്റിൻ്റെ പേര് നമ്മൾ ഒബ്സ്റ്റക്കിൾ അവോയ്ഡൻസ് കൊടുക്കുക. ഒബ്സ്റ്റക്കിൾ അവോയ്ഡ് ചെയ്യുന്ന റോബോട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഒബ്സ്റ്റക്കിൾ അവോയ്ഡ് റോബോട്ട് എന്ന് കൊടുക്കുക. മീൻസ് നമുക്ക് ടച്ച് ചെയ്ത് കൊടുക്കാം. ഒബ്സ്റ്റക്കിൾ ക്യാപ്ഷൻ വേണ്ടേ. ഇത് ജസ്റ്റ് കൊടുത്തു. ഇപ്പോൾ ഇത് ആകെ ഒരു ഡിസോർഡറായി കിടക്കണം. നമുക്ക് ഇത് വേണമെങ്കിൽ ഇവിടെ നിന്ന് നീട്ടി കൊടുത്താൽ ഇതിങ്ങനെ വലുതായി കിട്ടും. ജസ്റ്റ് ഇത് മൊത്തം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സൈസ് കുറക്കാനോ കൂട്ടണമൊക്കെ ചെയ്യാം. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് മുകളിൽ ഫോണിൻ്റെ ഇതൊക്കെ കുറക്കാനൊക്കെ പറ്റും. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 50 ഒക്കെ മതി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ ചെറുതായി കിട്ടി. അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ഓപ്ഷൻ കാണും. അപ്പോൾ ഡിലീറ്റ് കൊടുത്താൽ ഡിലീറ്റ് ആയി പോകും. അതുപോലെ തന്നെ നമുക്ക് സ്ലൈഡ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ സ്ലൈഡ് ഇതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ലൈഡും ഒരു 3 ഡോട്ട് കാണാം. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ഡോട്ട് കാണാം. ഇപ്പം നമുക്ക് പുതിയ സ്ലൈഡ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആഡ് പേജ് എന്ന് കൊടുത്താൽ പുതിയൊരു പേജ് കിട്ടും. നമുക്ക് ഇതേ മോഡൽ സ്ലൈഡാണ് വേണ്ടതെന്ന് കൊടുത്താൽ നമുക്ക് ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് പേജ് എന്ന് കൊടുത്താൽ ഇതേ സ്ലൈഡ് ഇവിടെ കിട്ടും. കണ്ടന്റ് മാറ്റിയിട്ട് നമുക്ക് ബാക്കിൽ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇമേജും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഡിലീറ്റ് ആക്കാം. ഈ ഡിലീറ്റ് ഇമേജ് എന്ന് കൊടുത്തതിന് ശേഷം ഫുൾ ഡിലീറ്റ് ആക്കിയതിന് ശേഷം ഇവിടെ ഇമേജിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഇമേജ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും വേണ്ട. നമുക്ക് ജസ്റ്റ് നമ്മൾ ഇവിടെ ഉള്ള ഇമേജൊക്കെ ജസ്റ്റ് ഒഴിവാക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഇമേജ് ജസ്റ്റ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമേജ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ തൽക്കാലത്തിന് ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്യാണ് ഇതിന്
ഞാൻ ജസ്റ്റ് ഈ ഇമേജ് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാണ്. ഇപ്പോൾ ആ ഇമേജ് ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം, ഇതിൻ്റെ സൈസും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എവിടെ വെക്കണമെന്ന് വെച്ചാൽ അതുപോലെ വെക്കാം. അതുപോലെ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ഇമേജ് വെക്കേണ്ടടുത്ത് വെക്കാം. പിന്നെ ഇതിന് അലൈൻമെൻറ്റും കാര്യങ്ങളും നോക്കണം. ഇവിടെ സൈഡിൽ ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് നോക്കാം. പിന്നെ അതുപോലെ തന്നെ സൈസ് ചേഞ്ച് ചെയ്യാനൊക്കെ ഇത് ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി. നമുക്ക് സൈസ് ചേഞ്ച് ചെയ്യാം. അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നോക്കേണ്ടത് ടെക്സ്റ്റുകൾ കാര്യങ്ങളാണ്. ഈ ടെക്സ്റ്റ് കാര്യങ്ങൾ നമുക്ക് ഫോണ്ട് കാര്യങ്ങൾ നോക്കണം. ഇപ്പോൾ ഇതിലുള്ള ഫോണ്ട് എന്ന് വെച്ചാൽ നമുക്കിവിടെ നോക്കിയാൽ കാണാം ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞ ഫോണ്ടാണ്. പക്ഷേ നമ്മൾ ഫോർമാറ്റ് യൂസ് ചെയ്യേണ്ട ഒരു ഫോണ്ട് എന്ന് പറയുന്നത് ഇതാണ്, ടൈംസ് ന്യൂ റോമൻ ആണ്. അത് നമുക്ക് അത് ആഡ് ചെയ്യാം. അപ്പോൾ ടൈംസ് കൊടുക്കുമ്പോൾ തന്നെ അവിടെ വന്നിട്ടുണ്ടാവും കുറേ ടൈംസ് ന്യൂ റോമൻ ആണ്. ഇപ്പോൾ നമ്മളിത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചേഞ്ച് ഓൺ എന്ന് കൊടുത്താൽ നമ്മളിതിലെല്ലാ എല്ലാ നെയിമും എല്ലാ ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ ടൈംസ് ന്യൂ റോമൻ എന്നുള്ള ഫോണ്ടിലോട്ട് മാറും. അപ്പോൾ നമ്മളിത് നോക്കിയാൽ കാണുന്നത് എല്ലാം ടൈംസ് ന്യൂ റോമൻ ആണ്. ഇതൊക്കെ ടൈംസ് ന്യൂ റോമനായി. ഹെഡിങ് മാത്രം വ്യത്യാസമുണ്ട്. ഹെഡിങ് നമുക്ക് വേറെ ഫോണ്ട് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ മുകളിൽ ഫോണ്ട് സൈസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അണ്ടർലൈൻ കൊടുക്കണമെങ്കിൽ അണ്ടർലൈൻ മീൻസ് കളർ മാറ്റണമെങ്കിൽ ഫോണിൻ്റെ കളർ മാറ്റുന്നത് കളർ മാറ്റാം. ഇതിപ്പോൾ ഞാൻ വൈറ്റ് കൊടുത്താൽ വൈറ്റ് വരും. ആഷ് കളർ കൊടുത്താൽ ആഷ് കളർ വരും. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തിട്ടാണ് അവിടെ കാണുന്നത്. ബ്ലാക്ക് കൊടുത്താൽ ബ്ലാക്ക് വരും. കുറേ കളേഴ്സ് ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ നമുക്ക് വേറെ കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ആക്കാം. പെൻസിൽ കൊടുത്തത് മൊത്തം ബോൾഡായി. ഇറ്റാലിക് ആക്കണമെങ്കിൽ ഇറ്റാലിക് ആക്കാം. അണ്ടർലൈൻ കൊടുക്കണമെങ്കിൽ അണ്ടർലൈൻ കൊടുക്കാം. അതുപോലെ തന്നെ ആൽഫബറ്റ്സ് ഇതാക്കണമെങ്കിൽ ആക്കാം. സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും ആക്കണമെങ്കിൽ ആക്കാം. പിന്നെ ഇത് അലൈൻമെൻ്റ് ആണ്. അലൈൻമെൻറ്റ് സൈഡിലേക്ക് വേണോ അതോ സെൻട്രൽ വേർഡ് വേണോ അതോ റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡോ അതോ ഫുൾ സെൻറ്ററിലോട്ട് വേണോ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പോയിൻറ്റ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഇതിൽ. അതുപോലെ തന്നെ സ്ലൈഡ് ആഡ് ചെയ്യാൻ ഡിലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമില്ല. ഈ സ്ലൈഡ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതായത് നമ്മൾ നേരത്തെ സ്ലൈഡ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഡിലീറ്റ് പേജ് എന്ന് ഇവിടെ കണ്ടാൽ ഡിലീറ്റ് പേജ് എന്ന് കൊടുത്താൽ നമുക്കിത് പെട്ടെന്ന് ചെയ്യാവുന്നതന്നെ. പിന്നെ അതുപോലെ തന്നെ സിമ്പിൾ തന്നെ നമുക്ക് ഇത് മൊത്തം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഇതിൽ തന്നെ പ്രസൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ പ്രസൻറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രസൻറ്റ് ഫുൾ സ്ക്രീൻ എന്ന് കൊടുത്ത് നമ്മൾ ജസ്റ്റ് പ്രസൻറ്റ് എന്ന് കൊടുത്ത് നമുക്ക് ഇവിടെ ഫുൾ പ്രസൻറ്റർ വ്യൂവിൽ കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലിങ്ക് ആയിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പ്രീമിയം കണ്ടന്റുള്ള സാധനങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല, ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് നോർമൽ സാധനമായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ലിങ്ക് കൊടുത്തിട്ട് ഈ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ മിനിമം വിത്ത് ലിങ്ക് എന്ന് കൊടുത്താൽ ഈ ലിങ്ക് ആരുടെ അടുത്തൊക്കെ ഉണ്ടോ അവർക്കൊക്കെ അത് കിട്ടും ചെയ്യും. ഓൺലി യു ക്യാൻ ആക്സസ് എന്നുള്ളതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ അതായത് നിങ്ങൾക്ക് മാത്രമേ ചേഞ്ച് വരുത്താൻ പറ്റുള്ളൂ. ഇത് ഉപയോഗിച്ചത് ഈ മെയിൽ ഐ ഡി ഉള്ള ആൾക്ക് മാത്രമേ ഇത് വരുത്താൻ പറ്റുള്ളൂ. പക്ഷേ മിനിമം വിത്ത് ലിങ്ക് എന്ന് കൊടുത്താൽ ഇത് ഈ ലിങ്ക് ആരുടെ അടുത്തൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ഇതിൽ ചേഞ്ചസ് വരുത്താവുന്നതാണെന്നുള്ള രീതിയിലാണ് നമുക്ക് കൊടുക്കുക. പിന്നെ ഈ ഡൗൺലോഡ് ബട്ടൺ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോൾ PDF ഞാൻ കൊടുത്തുള്ളത്. ഈ PDF അല്ലാതെ കുറേ ഓപ്ഷൻസ് ഉണ്ട് നമുക്കിവിടെ. ഈ SVG എന്ന് പറഞ്ഞാൽ പ്രീമിയം ആണ്, അതുകൊണ്ട് നമുക്ക് പ്രീമിയം കിട്ടില്ല. ബാക്കി എല്ലാം നമുക്ക് കിട്ടും. പിന്നെ എത്ര പേജസ് വേണം, ഇപ്പോൾ നമുക്ക് 1 മുതൽ 5 പേജസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ ഇത് പിന്നെ നമുക്ക് ജസ്റ്റ് ഡൗൺലോഡ് കൊടുത്താൽ മതി, സാധനം ഡൗൺലോഡായി കിട്ടും. ഇവിടെ ഡൗൺലോഡ് ആകുന്നുണ്ട്. ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ഇമേജ് കിട്ടും.